പീഡനക്കേസിൽ ജാമ്യം തേടി നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക്. സുപ്രീം കോടതി അഭിഭാഷകരുമായി ചർച്ച നടത്തി. അതിജീവിത പരാതി നൽകാൻ വൈകിയത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടും. അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകുമെന്നറിയുന്നു. തന്നെ കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്ന് ആവശ്യപ്പെടും. അതേസമയം പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇടവേള ബാബുവിന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, നേരത്തെ ഒരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു, പോക്കറ്റിൽ കിടക്കുന്ന സിദ്ദിഖിനെ തപ്പി കേരള പോലീസ് അഹോരാത്രം കഷ്ടപ്പെടും എന്ന്. സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പോഴും അന്വേഷണ സംഘത്തിന്. അതേസമയം സുപ്രീം കോടതിയിലേക്ക് എന്നുള്ള സൂചന ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ എന്തൊക്കെ വാദങ്ങൾ ഉന്നയിക്കാനാണ് സിദ്ദിഖ് തയ്യാറെടുക്കുന്നത്? അതേസമയം സിദ്ദിഖ് അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോയാൽ അതിജീവിത എടുക്കുന്ന നിലപാടെന്താണ്? വീണ, ഇന്നലെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും സിദ്ദിഖ് ഇതോടെ ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈലെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ നിയമവിദഗ്ധരുടെ വിലയിരുത്തലുണ്ടായിരുന്നു, സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളാനാണ് സാധ്യത. ഗൗരവതരമായ കേസാണ്, അതും വ്യക്തമായ പല തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലും സിദ്ദിഖിനെ കൃത്യമായി എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്ത് നിർത്താൻ അതിന് അന്വേഷണ സംഘത്തിന് വലിയ പാളിച്ചയുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ മറ്റ് നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അറസ്റ്റ് ഒഴിവാക്കുകയും പിന്നീട് സിദ്ദിഖിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നൽകുകയും ചെയ്തു എന്ന് വേണം വിലയിരുത്താൻ. ഈ ഒരു ഘട്ടത്തിൽ സിദ്ദിഖിനെ പിടികൂടാൻ വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു എന്ന് അന്വേഷണ സംഘം പറയുമ്പോഴും ഇതുവരെയും സിദ്ദിഖ് എവിടെയെന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ലഭിച്ചതായി അന്വേഷണ സംഘവും ആരും തന്നെ വ്യക്തമാക്കുന്നുമില്ല. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സിദ്ദിഖ് ഇത്രയും പഴയ കേസാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിൻ്റെ വിധി വരുന്നതുവരെയും ഒളിവിൽ കഴിയാനുള്ള ഒരു നീക്കമാകണം സിദ്ദിഖിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇന്നലെ സിദ്ദിഖിൻ്റെ മകനടക്കം അഭിഭാഷകനായ രാമൻപിള്ളയുമായും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ഫോണിലും മറ്റും ബന്ധപ്പെട്ടിരുന്നതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിൽ വിധി പറയുന്നത് ഇല്ലെങ്കിൽ ഒരു നിലപാട് എടുക്കുന്നത് കോടതി എടുക്കുമ്പോൾ അത് തൻ്റെ ഇരയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം വേണമെന്ന ആവശ്യവുമായി ഇരയും സുപ്രീം കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ സിദ്ദിഖിൻ്റെ എല്ലാ നീക്കങ്ങളെയും ചെറുക്കാൻ ഇരയും ശക്തമായ പോരാട്ടവുമായി രംഗത്തുണ്ട്. ഈ ഒരു ഘട്ടത്തിലും പോലീസിന് വലിയ രീതിയിലുള്ള പഴി കേൾക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. വീണ, അതേസമയം ഇടവേള ബാബുവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ, അതെന്താണ്? വീണ, ഇടവേള ബാബുവിനെതിരായ പീഡന പരാതിയിലും ഇന്ന് അന്വേഷണ സംഘം ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. AIG പൂങ്കുഴലിയുടെ ഓഫീസിൽ ഹാജരാവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകി 11 മണിക്ക് മുമ്പായി ഇടവേള ബാബു കൊച്ചിയിലെ പൂങ്കുഴലിയുടെ ഓഫീസിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മുകേഷിനെ സമാനമായ കേസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇടവേള ബാബുവിൻ്റെയും കാര്യത്തിൽ അതിന് തന്നെയാണ് സാധ്യത. കാരണം ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിളിച്ച് ചോദ്യം ചെയ്ത ശേഷം ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിച്ച ശേഷം വിട്ടയക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. വീണ.